ഇന്ന് നമ്മൾ ജപ്പാനീസ് ബി എൻകഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരത്തിൻ്റെ ഏജൻറ്റ് ഹോസ്റ്റ് എൻവയൺമെൻറ്റ് ഒരു പകർച്ചവ്യാധിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ജനങ്ങൾ അറിയേണ്ടുന്ന ഈ 3 ഘടകങ്ങൾ നമ്മൾ സ്വയം സുരക്ഷിതമാവാൻ വേണ്ടിയിട്ട് ഓരോരുത്തരിലേക്കും ഈ അറിവ് എത്തേണ്ടതുണ്ട്. ഇതൊരു വൈറസാണ്, സിംഗിൾ സ്ട്രാൻഡഡ് വൈറസ്, RNA വൈറസ്. ഇത് ഫ്ലാവി വൈറസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നു. ഏറ്റവും ഇതുമായിട്ട് അടുത്ത വൈറസുകൾ നമുക്ക് ഡെങ്കി വൈറസ് നമുക്കറിയാവുന്നതാണ്, യെല്ലോ ഫീവർ വൈറസ് ഒക്കെ മൊസ്കിറ്റോസിലൂടെ പകരുന്ന വൈറസുകളാണ്. നമ്മൾ ഈ ജപ്പനീസ് ബി എൻകഫലൈറ്റിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുണ്ട്, അക്യൂട്ട് എൻകഫലൈറ്റിസ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതായത് ഒരു പനിയുണ്ടാവുക, പനിയോടുകൂടി തന്നെ പതിയെ പതിയെ ബോധം നശിച്ചു പോവുക, അത് കഴിഞ്ഞ് ഫിറ്റ്സ് വരുന്നുണ്ടാവാം, ന്യൂറോ പാരാലിസിസ് വരുന്നുണ്ടാവാം, പതിയെ പതിയെ മരണത്തിലേക്കോ അതുമായിട്ടുള്ള വൈകല്യങ്ങളിലേക്കോ ഒക്കെ ഇടയാവുകയും ചിലരൊക്കെ നോർമലായിട്ട് തന്നെ തിരിച്ചു വരാം, പലപ്പോഴും വൈകല്യങ്ങൾ ബാക്കിയായിട്ട് തിരിച്ചു വരാം. അത്തരത്തിലുള്ള ഒരു രീതിയാണ് ഈ അക്യൂട്ട് എൻകഫലൈറ്റിസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൽനെസ്സാണ്. അത് ബാക്ടീരിയൽ ഡിസീസസ് കൊണ്ട് ഉണ്ടാവാറുണ്ട്. നമുക്ക് മെനിഞ്ചൈറ്റിസ്, പല ബാക്ടീരിയകളും പൈതനിക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നുണ്ട്. TB ബ്രെയിനിനെ ബാധിച്ചിട്ട് ഉണ്ടാവാറുണ്ട്. അതുമാതിരി തന്നെ നമുക്ക് ഈയിടെയായിട്ട് അറിയാവുന്ന നിപ്പ ഉണ്ട്, അമീബിക് എൻസെഫലൈറ്റിസ് ഉണ്ട്, ഫംഗസുകളുണ്ട്, പ്രോട്ടോസോവ ഉണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗാണു തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ, പൊതുവായ ഈ ലക്ഷണങ്ങളെല്ലാം ഒരു ബാസ്ക്കറ്റിൽ പെടുത്തിക്കൊണ്ടാണ് അക്യൂട്ട് എൻകഫലൈറ്റിസ് സിൻഡ്രോം എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളുമായിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മളെ ചികിത്സാ രീതികളിലേക്ക് എത്തിക്കുകയും അതിനെ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യുകയും അതിൽ നേരത്തെ ചികിത്സിച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റുന്ന അസുഖങ്ങളുണ്ട്. ഇപ്പോൾ മെനിഞ്ചൈറ്റിസ്, പൈതനിക് മെനിഞ്ചോക്കോക്കൽ മെനിഞ്ചൈറ്റിസ് എന്ന് വെച്ചാൽ സമയം വിട്ടുപോയ മരണത്തിലേക്ക് പോവും, നേരത്തെ കിട്ടിയാൽ പൂർണ്ണമായിട്ടും രക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഈ ലക്ഷണങ്ങൾ കാണുന്ന എല്ലാവരെയും ആരോഗ്യ വ്യവസ്ഥയിലേക്ക് നേരത്തെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്ക് പറയുന്നത്. പനിയോടുകൂടി ബോധത്തിൻ്റെ കുറവ് വരുന്ന എല്ലാ അസുഖങ്ങളെയും അക്യൂട്ട് എൻകഫലൈറ്റിസ് സിൻഡ്രോം എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ആഴത്തിൽ എല്ലാവരും അറിയണമെന്നില്ല, പക്ഷേ തിരിച്ചറിഞ്ഞ് നേരത്തെ ചികിത്സാ സംവിധാനത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ജാപ്പനീസ് ബി എൻകഫലൈറ്റിസ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് ഡിസീസിൻ്റെ അകത്ത് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണെന്നുള്ളതാണ്. ഇപ്പോൾ പല വൈറസുകളും ഉള്ളതിൽ നമ്മുടെ ഇടയിൽ ജാപ്പനീസ് ബി എൻകഫലൈറ്റിസ് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഭാഗ്യമെന്ന് പറയട്ടെ, നമ്മൾ ആദ്യം 2000-ൻ്റെ തുടക്കത്തിൽ കണ്ടിരുന്ന അത്രയും എണ്ണം കേസുകൾ ഇപ്പം ഇല്ല, കുറഞ്ഞു വരികയാണ്. കേരളത്തിലാണെങ്കിൽ ഒരു സിംഗിൾ ഡിജിറ്റ് എന്നുള്ള നിലയിൽ മാത്രമേ ഇപ്പോൾ എൻകഫലൈറ്റിസ് ജാപ്പനീസ് ബി ഉള്ളൂ. പക്ഷെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അത്രയേറെ പ്രാധാന്യം ഇല്ലാത്ത ഈ അസുഖത്തിന് എന്തിനാണ് വാക്സിൻ? അതിനേക്കാൾ പ്രാധാന്യമുള്ള വാക്സിൻ അല്ലേ ഇവിടെ ഹെപ്പറ്റൈറ്റിസ് എക്ക് വേണ്ടി വേണ്ടത്, മംസിന് വേണ്ടി വേണ്ടത്? അതൊന്നും തുടങ്ങാതെ നിങ്ങൾ എന്താണ് അപൂർവമായിട്ടുള്ള ഒരു കേസിന് വേണ്ടിയിട്ട് വാക്സിൻ തുടങ്ങുന്നത്? ശരിയാണത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും മുൻകൈയെടുത്ത് തടയേണ്ടുന്ന 3 വൈറസുകളിലൊന്ന് റാബീസ് വൈറസ്, ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്, മംസ് വൈറസ്. ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ അത്രയും എണ്ണം കേസുകളുണ്ടായി, വാക്സിനുകൾ കൊണ്ട് തടയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ കേരള സർക്കാരിൻ്റെ അല്ല, കേന്ദ്ര സർക്കാരിൻ്റെ നമ്മൾ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ അകത്ത് പെടുത്തിക്കൊണ്ട് പുതിയ 2 ജില്ലകളെയും കൂടി ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതിനും അവർക്കൊരു കാരണമുണ്ട്.
കേസുകൾ കൂടി വരികയല്ല, വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ കയ്യിൽ പിടിയിൽ ഒതുക്കാൻ പറ്റുന്നുണ്ട്. വളരെ ഫലപ്രദമായ വാക്സിൻ ഉണ്ട്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വാക്സിൻ. അപ്പോൾ ഇതുകൊണ്ട് ഇനിയും അധികം കേസുകൾ ഉണ്ടാവാതെ നോക്കാനും കുറച്ച് ഇനി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ പറഞ്ഞു വരാം, അക്യൂട്ട് എൻകെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസിൻ്റെ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ജാപ്പനീസ് ബി എൻകെഫലൈറ്റിസ്, ജപ്പാൻ ജ്വരം എന്ന് പറയുന്നത്. ഇത് ജപ്പാൻ ജ്വരത്തിൻ്റെ വൈറസ് സത്യത്തിൽ പറഞ്ഞാൽ ഇതൊരു മനുഷ്യനെ ബാധിക്കുന്ന അസുഖമല്ല. ഇത് മൃഗങ്ങളുടെ ഇടയിൽ ഉള്ള സൂണോട്ടിക് ഡിസീസാണ്. നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ഈ പറഞ്ഞ പല അസുഖങ്ങളും സൂണോട്ടിക് ഡിസീസാണ്. പകർച്ചവ്യാധികളിൽ ഏതാണ്ട് 70% സൂണോട്ടിക് ഡിസീസാണ്. നമ്മുടെ ഇടയിലല്ല. ഇത് കാടുകളിൽ മൃഗങ്ങളും കൊതുകുകളും തമ്മിൽ കൊടുക്കൽ വാങ്ങൽ നടത്തിക്കൊണ്ട് നിലനിന്ന് പോവുകയാണ്. ആ മൃഗങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ വെർട്ടിബ്രേറ്റ്സ് ആണ് കൂടുതലും, അതുപോലെ തന്നെ മൊസ്കിറ്റോസ്. അവ കൂടാതെ പക്ഷികൾ എന്ന് പറയുമ്പോൾ നമ്മളെ ദേശാടന പക്ഷികൾ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വയലേലുകളിലും ചതുപ്പ് നിലങ്ങളിൽ കാണുന്ന കൊറ്റികൾ, ആർഡിഡ് ബേഡ്സ് എന്നാണ് പറയുക. നമ്മൾ പല ഇനങ്ങളിലുള്ള കൊറ്റികൾ നമ്മുടെ നാട്ടിലുള്ളതുണ്ട്. അതിൽ തന്നെ ചിലത് ദേശാടന പക്ഷികൾ ഉണ്ട്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൽ നിന്ന് അപ്പുറത്തെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദേശാടന പക്ഷികളാണ്. അപ്പോൾ ഇത് ശരിക്കും നിലനിൽക്കുന്നത് മൃഗങ്ങളും പക്ഷികളും മൊസ്കിറ്റോസും കൂടിയുള്ള ഒരു വ്യവസ്ഥയിലാണ്. അവിടെ കന്നുകാലികളുണ്ട്, കുതിരകളുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. അതിൽ ചില മൃഗങ്ങളാണ് പ്രധാനമായിട്ടും മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കുന്നത്, ചിലത് അത്രയില്ല. ഇതിൽ റിസർവോയർ എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്കും കൂടി ബ്ലഡിൽ ആവശ്യത്തിലധികം വൈറസുകൾ നിലനിർത്തുകയും മറ്റുള്ളവർക്ക് മൊസ്കിറ്റോസിലൂടെ കൊടുക്കുകയും ചെയ്യുന്ന മൃഗങ്ങളിൽ പ്രധാനമായിട്ടുള്ള പന്നിയാണ്. അതേമാതിരി തന്നെ ഈ ദേശാടന പക്ഷികൾ അല്ലെങ്കിൽ നീർക്കൊച്ചകൾ എന്ന് നമ്മൾ പറയുന്ന അവയിലാണ് ഏറ്റവും കൂടുതൽ വൈറസുകൾ ബ്ലഡിൽ നിലനിൽക്കുകയും അവർക്ക് പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ടും സംഭവിക്കില്ല. പന്നികൾക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ അവർക്ക് അബോർഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അവർക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ വൈറസ് ഇഷ്ടം പോലെ ബ്ലഡിലുണ്ടാവും. മൊസ്കിറ്റോസിലൂടെ കൊടുക്കൽ വാങ്ങൽ നടത്തും. അതിൽ മനുഷ്യർക്ക് അപൂർവമായിട്ടൊരു ആക്സിഡൻ്റൽ ഹോസ്റ്റ്, ഒരു കൊതുകടി കിട്ടി, നമ്മളൊരിക്കലും അവർ നമ്മൾക്ക് ഈ അസുഖം തരണം എന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ല, ആക്സിഡൻ്റിൽ നമുക്ക് കിട്ടുകയാണ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാലോ രസകരമായിട്ടുള്ള കാര്യം, നമ്മളിൽ നിന്ന് മറ്റാളിലേക്ക് അസുഖം പകർന്നു ചെല്ലില്ല. അത് എയർവേ വഴിക്ക് പോകുന്നു. ഇനിയിപ്പോൾ നമുക്കറിയാം, ഒരാൾക്ക് എൻസെഫലൈറ്റിസ് വന്നാൽ അയാളുടെ എയർവേ വഴിക്ക് അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും എൻസെഫലൈറ്റിസ് വരും. ഭയങ്കര ഭീകരമാണ്. ഇപ്പോൾ ഡെങ്കി ആകട്ടെ, ഇത്തരത്തിലുള്ള എൻസെഫലൈറ്റിസ് ആവട്ടെ, നമ്മുടെ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാലും അത് നമ്മളെ ബ്ലഡിൽ വളരെ കുറവേ വൈറസ് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ICUവിൽ അസുഖം വന്ന് ബാധിച്ച് കിടക്കുമ്പോഴും അവിടെ വന്ന് കൊതു നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള നഴ്സുമാർക്കോ ഡോക്ടർമാർക്കോ ഒന്നും രോഗം പകർന്നു കൊടുക്കപ്പെടില്ല. അപ്പോൾ അസുഖം ബാധിച്ച ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്നില്ല. ദാറ്റ്സ് എ ഡെഡ് എൻഡ് എന്ന് പറയും. അപ്പോൾ അസുഖത്തെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടത്, ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഇത്തരത്തിലുള്ള പക്ഷികൾ, കൊക്കുകൾ, കൊച്ചകൾ. അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇത്രയും കാലം ഉണ്ടായിരുന്നത് പച്ചപ്പൊടിച്ച വയലേലുകളും ചതുപ്പ് നിലങ്ങളും അവിടെ നിൽക്കുന്ന പലതരത്തിലുള്ള കൊക്കുകൾ. അപ്പോൾ പല സ്ട്രെയിൻസും നമ്മുടെ നാട്ടിലുള്ളതും ഉണ്ട്, ദേശാടന പക്ഷികളായിട്ട് വരുന്നവരുണ്ട്. നമ്മൾ ഇത്രയും കാലം അവ മാത്രമാണെന്നാണ് കരുതിയത്. അതേസമയം അവരിൽ തമ്മിൽ കൊടുക്കലുമാണ് നടത്തിക്കൊണ്ട് ക്യുലെക്സ്, ട്രൈറ്റനോറിക്കസ് മൊസ്കിറ്റോസ്, വിഷ്ണുവി മൊസ്കിറ്റോസ്, സ്യൂഡോ വിഷ്ണു എന്നുള്ള ഏതാനും ക്യുലെക്സ് വെറൈറ്റി മാത്രമായിരുന്നു ഈയിടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പന്നികളുടെ റോള് വളരെ നാളുകളായിട്ട് നമുക്കറിയാവുന്നതാണ്.
പക്ഷെ അവിടെ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. കാറ്റിൽസ്, നമ്മുടെ പശുക്കൾ, ഡാമ്പനിങ് ഹോഴ്സസ് എന്താ പറയുക, ഡാമ്പനിങ് ഹോസ്റ്റ് എന്ന് വെച്ചാൽ ഈ കൊതുകുകൾ വൈറസ് എവിടുന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പലരെയും കടിക്കും. അവർക്ക് ഏറ്റവും ഇഷ്ടം കടിക്കാനുള്ളത് ഈ കാറ്റിൽസിനെയാണ്. കാറ്റിൽസിനെ കടിക്കുമ്പോൾ അവരുടെ ബ്ലഡിലേക്ക് വളരെ കുറച്ച് വൈറസ് എത്തുള്ളൂ. അവിടുന്ന് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഒരു എൻവയൺമെൻറ്റിൽ ഒരു ക്യുലെക്സിൻ്റെ 3 തരത്തിലുള്ള മൊസ്കിറ്റോകൾ പണ്ട് 3 ആയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 26 തൊട്ട് 30 തരത്തിലുള്ള മൊസ്കിറ്റോസ്, അത് ക്യുലെക്സ് മാത്രമല്ല, ഏഡിസ് മൊസ്കിറ്റോസും മെൻസോണിയോയിഡ് മൊസ്കിറ്റോസും ബാക്കിയുള്ള തരത്തിലുള്ള വെറൈറ്റി ഓഫ് മൊസ്കിറ്റോസ് ഇന്ന് ഇങ്ങനെ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നതായിട്ട് അറിയാം. അത്തരത്തിലുള്ള മൊസ്കിറ്റോസ് വന്നിട്ട് കാറ്റിൽസിനെ കടിക്കുന്നത് ഒരു ഡാമ്പനിങ് ഇഫക്റ്റാണ് ഉണ്ടാവുക. നമ്മളെ സുരക്ഷിതരാക്കേണ്ടത് കാറ്റിൽസാണ്. അതേസമയം പിഗ് എന്ത് ചെയ്യുന്നു? ആംപ്ലിഫയിങ് ഹോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നമ്മളൊരു എപ്പിഡമിയോളജിയിൽ, ഒരു പകർച്ചവ്യാധി നിയന്ത്രണത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, ഒരു ഏരിയയിൽ പിഗിൻ്റെ എണ്ണം കൂടുതലും കാറ്റിൽസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള മൊസ്കിറ്റോസ് ഉണ്ടെങ്കിൽ ജാപ്പനീസ് ബി എൻകെഫലൈറ്റിസ് അവിടെ പൊട്ടിപ്പടപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. അതേസമയം പിഗ് കുറവാണ്, വളരെയേറെ കാറ്റിൽസ് ഉണ്ടെങ്കിൽ ഈ കാറ്റിൽസ് ഈ വൈറസിനെ ഡാമ്പൻ ചെയ്യുകയും ആ ഏരിയയിലെ ആളുകൾക്ക് ഈ അസുഖം പകർന്നു കിട്ടുന്നതിന് സുരക്ഷിതമായിട്ട് വെക്കുകയും ചെയ്യും എന്നുള്ളത് കാര്യം. അപ്പം കാറ്റിൽ പിഗ് റേഷ്യോ ഇൻ എൻ എൻവയൺമെൻറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാലം നമ്മൾ അറിഞ്ഞിരുന്നത് ഈ പച്ച വയലേലകൾ, ചതുപ്പ് നിലങ്ങൾ, കൊറ്റികൾ നിൽക്കുന്ന ഇടങ്ങൾ, എവിടെയെങ്കിലുമൊക്കെ പിഗ് ഫാമിംഗ് ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു. 15 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക്, കുട്ടികൾക്കായിരുന്നു ഇത്രയും കാലം അസുഖം ഉണ്ടായിരുന്നത്. പക്ഷേ ഈയിടെയായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം, പതിയെ ഞാൻ നേരത്തെ പറഞ്ഞു, പലതരത്തിലുള്ള മൊസ്കിറ്റോസ് ഇത് പകർത്തുന്നതായിട്ട് നമ്മളിപ്പം കണ്ടെത്തിയിരിക്കുന്നു. കൂടാതെ ഈ പക്ഷികൾ, ആഡിഡ് ബേർഡ്സ് അല്ലെങ്കിൽ കൊറ്റികളോ ദേശാടന പക്ഷികളോ മാത്രമല്ല, മറ്റ് പക്ഷികളും, നമ്മൾ വീട്ടുപക്ഷികളിലും വരെയും ഈ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ട്. നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഘടകങ്ങളും ഇല്ലെങ്കിൽ പോലും ചിലയിടങ്ങളിൽ ഈ ജാപ്പനീസ് ബി എൻകെഫലൈറ്റിസ് ഉണ്ടാവുകയും വൈറസിനെ നമുക്ക് കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. ഇതൊരു കാരണമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപൂർവമായിട്ട് മൊസ്കിറ്റോസ് ഇല്ലാതെ തന്നെ പിഗ് ടു പിഗ് ട്രാൻസ്മിഷൻ ഉണ്ടായതായിട്ടും ഉണ്ട്. അപ്പോൾ ഓരോ വൈറസും പതിയെ അതിൻ്റെ രീതികളിൽ മാറ്റം വരുത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷികൾ, നമ്മളെ വീട്ടിലുള്ള പക്ഷികളെ പോലും നമ്മൾ ചിലപ്പം ഭയപ്പെടേണ്ടതുണ്ട്. അതിലൂടെയും വൈറസ് പകരാമെന്നുള്ളത്, ക്യുലെക്സ് അല്ലാത്ത മൊസ്കിറ്റോസിലൂടെ പകരാമെന്നുള്ളത്. പിന്നെ ഇതൊന്നുമില്ലാത്ത നഗരങ്ങളിൽ, വയലേലകളില്ല, ചതുപ്പ് നിലങ്ങളില്ല, കൊറ്റിയില്ല, ഒന്നുമില്ലാത്ത നഗരങ്ങളിലും ഈ രോഗം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ കേസുകൾ, പ്രത്യേകിച്ചും ആസാം, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശിലൊക്കെ കുറേയേറെ കേസുകൾ പ്രായമുള്ളവരിലാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് പ്രായമുള്ളവരിൽ വാക്സിൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലും ഈയിടെയായിട്ട് കുറച്ച് കേസുകൾ, അഡൽട്ട് കേസുകൾ തന്നെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ പതിയെ അതിൻ്റെ തീവ്രത അതല്ലെങ്കിൽ രോഗലക്ഷണങ്ങളിലും മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഒരു കേസ് നമ്മൾ ലക്ഷണം ഒത്ത് ഉണ്ടായി വരുന്നത് 250 കേസുകൾക്ക് രോഗലക്ഷണങ്ങൾ കിട്ടിയതിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. പലപ്പോഴും സബ് ക്ലിനിക്കൽ കേസുകളാണ്. രോഗാണു ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് വെച്ച് രോഗം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളെ പ്രതിരോധ ഘടകങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവും. ചിലർക്ക് ചെറിയ പനിയൊക്കെ വന്ന്, തലവേദന വന്ന് ഒരു ദിവസം പനിച്ച് കിടന്നങ്ങ് പോകും. മറ്റൊരാൾക്ക് ചിലപ്പോൾ തലവേദനയും അതുപോലെ തന്നെ വളരെ മൈൽഡായിട്ട് എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളും കൂടി അക്യൂട്ട് എൻകെഫലൈറ്റിസിൻ്റെ ചെറിയൊരു ലക്ഷണങ്ങളുണ്ടായി അതും മാറിപ്പോകും. അപ്പോൾ
1% ഇല്ല, 0.5% അതിൽ താഴെയോ മാത്രമാണ് ഈ രോഗലക്ഷണമുള്ള ഒരു ആളുണ്ടാവുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് എ ടിപ്പ് ഓഫ് എൻ ഐസ്ബർഗ്. ഒരു കേസ് ഒരു സ്ഥലത്ത് ഉണ്ടായി എന്ന് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഏരിയയിൽ ജാപ്പനീസ് ബി എൻകെഫലൈറ്റിസ് ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരെണ്ണത്തിന് 250 ആളുകൾക്കെങ്കിലും കിട്ടിയാൽ മാത്രമാണ് ഒരാൾ ലക്ഷണമായിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞു വന്നത് വൈറസിനെ കുറിച്ചാണ്. വൈറസിനെ കുറിച്ച് ഒരു കാര്യം കൂടിയുണ്ട്. ഒരൊറ്റ ടൈപ്പ് വൈറസ് ആണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഇതിന് നേരത്തെയൊക്കെ 4 തരത്തിലുള്ള വൈറസുകൾ, ഇപ്പോൾ 5 തരത്തിലുള്ള ജീനോടൈപ്സ് ഓഫ് വൈറസസ് ജാപ്പനീസ് ബീക്ക് ഉണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാവുന്നത് ടൈപ്പ് 3 ജാപ്പനീസ് ബി എൻകെഫലൈറ്റിസ് ആണ്. ടൈപ്പ് 3 അല്ലാതെ ടൈപ്പ് 2 ടൈപ്പ് 1 ഉണ്ട്. കേരളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഒടുക്കം കുറച്ച് കേസുകളുണ്ടായത് ടൈപ്പ് 1 ആണ്. അപ്പോൾ ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 2 ആണ് കൂടുതൽ കേസുകൾ കാണാറ്. എന്തിനാണ് ഈ ടൈപ്പ് 1, 3 എന്നൊക്കെ പറയുന്നത്? നമ്മളൊരു വാക്സിൻ ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഘടകത്തിനെതിരായിട്ട് മാത്രമാണല്ലോ ഉണ്ടാക്കുന്നത്. പക്ഷേ ഭാഗ്യം കൊണ്ട് നമ്മൾ ജാപ്പനീസ് ബി വാക്സിൻ കൂടുതൽ ലക്ഷ്യമിടുന്നത് ടൈപ്പ് 3-നെയാണ്. എങ്കിലും അതിന് ക്രോസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ടൈപ്പ് 1 ആണെങ്കിലും ടൈപ്പ് 2 ആണെങ്കിലും ഒക്കെ കംപ്ലീറ്റ് ടൈപ്പ് ഓഫ് വൈറസിനെയും കൂടി എതിരിടാനുള്ള ഫലപ്രദമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് വൈറസിനെ കുറിച്ച്, അതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ക്യുലെക്സ് അല്ലെങ്കിൽ മറ്റ് മൊസ്കിറ്റോകളെക്കുറിച്ച്, വളരെയേറെ പ്രാധാന്യമുള്ള കുറ്റിവർഗത്തിലുള്ള പക്ഷികളെക്കുറിച്ച്, നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ആനിമൽസിൻ്റെ രീതികൾ, പ്രൊപ്പോർഷൻസ് ഓഫ് പിഗ്സ് ആൻഡ് കാറ്റിൽസ് ഇൻ ആൻ എൻവയൺമെൻറ്റ്. അപ്പോൾ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലും കൂടി പോകേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം.